നമുക്ക് ഇനി ചൂടിനെ കുറിച്ച് പറയണ്ടേ? എല്ലാ ദിവസവും വന്ന് ചൂടാണേ ചൂടാണേ എന്ന് ഞാൻ പറയുന്നതല്ല. പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ചൂടാണ്. ദാ ഇന്ന് കൂടി പുറത്തിറങ്ങിയപ്പോൾ എന്തൊരു ചൂടായിരുന്നെന്നോ. കേരളത്തിൽ താപനില ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത വേണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് വേനൽമഴ കിട്ടാൻ സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നൽകാൻ നമുക്കൊപ്പം ഇക്ബാൽ അറക്കലും മുബഷിർ പി അക്ബറുമുണ്ട്. ഇക്ബാൽ അറക്കൽ, കാലാവസ്ഥ ചൂടുകൂടി തന്നെ നിൽക്കുന്ന സാഹചര്യമാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നു കാലാവസ്ഥാ വകുപ്പ്. അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയുണ്ട്? സുജിയ, അല്പസമയം മുമ്പ് വരെ പാലക്കാട് ചൂട് ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മേഘം എല്ലാം ഒന്ന് കറുത്തു തുടങ്ങിയിട്ടുണ്ട്, ആകാശം ഒന്ന് കറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി പാലക്കാട്ടുകാർ പ്രതീക്ഷിക്കുന്ന ആ ഒരു വേനൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ സമയത്തും ഉഷ്ണത്തിന് യാതൊരുവിധ കുറവുമില്ല. ഹ്യൂമിഡിറ്റി പീക്ക് ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും ഹ്യൂമിഡിറ്റി കണക്കാക്കുമ്പോൾ അത് 50% കണക്കാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം 48 ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ തന്നെ പാലക്കാട് 50% ഹ്യൂമിഡിറ്റി എത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ടെ ഈ ചെടികൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികളെല്ലാം വിൽക്കുന്ന ഒരു നഴ്സറിക്കകത്താണ്. ഇവിടെയുള്ള ആളുകളും ഈ ചൂട് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് നിരവധി ഇത്തരത്തിൽ ചെടികൾ വിൽക്കുന്ന നഴ്സറികളുണ്ട്. ഇപ്പോൾ ഒലവക്കോട് ഭാഗത്ത് ഇത്തരം ചെടികൾ വിൽക്കുന്ന നഴ്സറി നടത്തുന്ന ഉടമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ നഴ്സറിയിൽ എന്താ അവസ്ഥ ചൂട് കാരണം? നഴ്സറി തന്നെയാണ് അവസ്ഥ. പേര് ഫെയ്ത്ത് ഗാർഡൻ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമറിനൊരു കുറച്ച് ബൾക്ക് ചെടി വേണമായിരുന്നു. ചൂടുകാരൻ നഴ്സറി കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പണിക്കാർക്ക് 15 ദിവസം ലീവ് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ട ചെടികൾക്ക് എന്ത് പറ്റി? ചെടി കരിയുക, പിന്നെ കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ ഒരു കസ്റ്റമറിന് ചെടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചെടി കരിഞ്ഞുകൊണ്ട് ഈ നഴ്സറി ഞാൻ എടുക്കാൻ വന്നിരിക്കുക. ഒലവക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെയുള്ള ചെടികൾ കരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ നഴ്സറി നടത്തുന്ന ഉടമ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വിക്ടോറിയ കോളേജിന് സമീപത്തെ ഈ നഴ്സറിയിലേക്ക് ചെടികൾ വാങ്ങാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ നഴ്സറിയുടെ ഉടമയായിട്ടുള്ള നിതിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്കും ഈ ചൂട് ബാധിച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങൾക്ക് അച്ഛനും എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഒരു ഗാർഡൻ മാത്രമല്ല, ഞങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യാനോ മെയിൻ്റനൻസ് എല്ലാത്തിനും പോകുന്നൊരു വ്യക്തികൾ തന്നെയാണ്. അച്ഛനായിക്കോട്ടെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിൽ. നമ്മൾ ഈ ഗാർഡൻ തുടങ്ങിയിട്ട് തന്നെ 10-15 വർഷമായി. ആദ്യമായിട്ടാണ് ഇത്ര കടുത്ത ചൂട് ഞങ്ങൾക്ക് ഏർപ്പെടുന്നത്. ചെടികൾ എങ്ങനെയാണ് ബാധിച്ച ചൂട്? ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. കുറേ അവിടെ ഉണങ്ങി നിൽക്കുന്നുണ്ട് ചെടികൾ. അവിടെ മാത്രമല്ല, നമ്മൾ കുറേ കളഞ്ഞുണങ്ങിയത്. ഇതൊക്കെ ഇനി കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ്. ഒരു മിനിറ്റ്, ഞാൻ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണിച്ചു തരാം. നിരവധി ചെടികൾ, അതായത് അലങ്കാര ചെടികളാണ് ഇതെല്ലാം. ഇതൊക്കെ ഈ ചൂടിൽ കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഇതൊക്കെ വെറും വിൽപ്പനയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ചൂട് കാരണം കരിഞ്ഞുണങ്ങി. കുറേ ചെടികൾ ഇവർ ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബാക്കിയുള്ളപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഇപ്പോൾ അതിന് ശേഷം കൊണ്ടുവന്നാണോ? അല്ലല്ല, നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ ചെടികൾ നിൽക്കുന്നത്. ഞങ്ങൾ 2-3 നേരം തന്നെ നനയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് പോയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. 2018 പ്രളയത്തിൽ നമുക്ക് ഒട്ടുമിക്ക ചെടികളെല്ലാം പോയി. പിന്നെ അറേഞ്ച് ചെയ്ത് സ്റ്റോക്ക് എടുത്ത ചെടികളാണ് ഇതെല്ലാം. പ്രളയത്തിന് ശേഷം ഈ ചൂട് കാരണം ഇപ്പോഴാണ് ചെടികളെ ബാധിക്കുന്നത്. നമുക്ക് നല്ലൊരു ബാധ്യത, മീൻസ് ചെടികൾ നശിച്ചു പോകാനൊരു കാരണം ഇടയാവുന്നത്. പിന്നെ ഒട്ടുമിക്ക എല്ലാ ചെടികളും നോക്കിയാലും നല്ല രീതിയിലുള്ള അൺഹെൽത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ചെടികളുടെ തളിരിലകൾ കരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ പച്ചക്കറി കുത്തിയിടുന്ന ടൈമാണ്. ഇതെല്ലാം ഒട്ടുമിക്ക ഒന്നും മുളച്ചിട്ടേ ഇല്ല. അപ്പോൾ അതെല്ലാം ഈ ചൂടിന് നമുക്ക് കാരണമാണെന്ന് വ്യക്തമായി തന്നെ അറിയാൻ പറ്റും. പിന്നെ കാലുകളിലെല്ലാം ചൂടുകുരു, അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ കൂടി ആരോഗ്യം കിട്ടുന്നില്ല ഇതെല്ലാം കാരണം. നമ്മൾ ഓരോ ദിവസവും പാലക്കാട്ടെ ഓരോ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് ആളുകളുമായി ചൂടിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ തേടുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ചെടികൾ നഴ്സറി നടത്തുന്ന ആളുകൾ പ്രതികരിക്കുന്നത് അവരും വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ്. അവരുടെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. അവർക്ക് ഇപ്പോൾ ചൂടൊന്ന് തീരുന്നത് വരെ ഇനി കുറച്ച് ദിവസം കൂടി ഈ ചൂടായിരിക്കും. ഇപ്പോൾ ഇക്ബാൽ കാലാവസ്ഥാ പ്രവചനം നടത്തിയതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ, ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ് പ്രത്യേകിച്ചും പാലക്കാട്ടും കോഴിക്കോട്ടും ഉള്ളവർ. വെയിലത്തിറങ്ങാതെ സൂക്ഷിക്കണം കേട്ടോ ഇക്ബാൽ. ഞാനൊന്ന് മുബഷിറിലേക്ക് പോകുന്നു. മുബഷിർ, കള്ളക്കടൽ പിന്നെയും വരുന്നുവെന്ന് കേൾക്കുന്നു. എല്ലായിടത്തും ജാഗ്രതയൊക്കെയാണ്. തീർച്ചയായും സുശിയ, കോഴിക്കോട് ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ടെങ്കിലും പൊതുവെ രാവിലെ മുതലൊരു മൂടിയ കാലാവസ്ഥയാണുള്ളത്. മഴക്കാറൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആ ഒരു വേനൽ മഴ കോഴിക്കോട് ഇതുവരെ ലഭിച്ചിട്ടില്ല. കോഴിക്കോട്ടുകാരൊക്കെ തന്നെ ആ ഒരു മഴ പെയ്യുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്.
വടക്കൻ കേരളത്തിൽ വിശേഷം കോഴിക്കോടായിരുന്നു ആദ്യഘട്ടം മുതൽ വലിയ രീതിയിൽ ചൂടുണ്ടായിരുന്നത്. ഇന്ന് 32% കോഴിക്കോട് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കടുത്ത ചൂടിനെ തുടർന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2 പേരുടെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുണ്ടായിരുന്നു. അതിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഹനീഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം മെഡിക്കൽ സംഘം തന്നെ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമാക്കുന്ന 6 മണി മുതൽ അദ്ദേഹം ജോലിയിലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു കടുത്ത ചൂടിനെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നത്. അദ്ദേഹത്തിന് അപസ്മാരം ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സൂര്യാഘാതമേറ്റത് പ്രധാനപ്പെട്ട ഒരു കാരണമായി വിധത്തിൽ പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംഘവും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ ആ നിലയിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കണ്ണൂർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് പരിസരത്താണ്. വിവിധ മേഖലകളെ ആ നിലയിൽ തന്നെ ഉഷ്ണതരംഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബീച്ചിലെ ആളുകളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ സഞ്ചാരികൾ ബീച്ചിലേക്ക് ഉൾപ്പെടെ വരാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. വിശേഷിച്ചും ഈ ഒരു അവധി സമയമായത് ആളുകളുടെ ഒരു വലിയ തിരക്കൊക്കെ തന്നെ കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള മേഖലകൾ അനുഭവപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചൂട് ഇത്തരത്തിലുള്ള മേഖലകളെയൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരും ആ നിലയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ പാടില്ല എന്നും കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് ഇത്തരത്തിൽ പുലർച്ചെ ഒരു കറവപ്പശു ചത്തൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് ചേമഞ്ചേരി ഭാഗത്താണ് ഇത്തരത്തിലൊരു കറവപ്പശുവിനെ ചത്ത നിലയിൽ കാണപ്പെട്ടത്. പശുവിന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചൂടേറ്റതിനെ തുടർന്ന് അസ്വസ്ഥതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആ ഒരു പശു ചാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ മൃഗങ്ങളെ ഉൾപ്പെടെ ഒരു കടുത്ത ചൂട് ബാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വടക്കൻ കേരളത്തിലുമുള്ളത്. സുജയ.